രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസുകളിലെ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഇന്നലെ മാത്രം ഇൻഡിഗോയുടെ 550 സർവീസുകളാണ് റദ്ദാക്കിയത്. ഇന്ന് സർവീസുകൾ മുടങ്ങും. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള പല വിമാനങ്ങളും റദ്ദാക്കിയതോടെ വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിക്കുന്നു. പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാൻ 2 മാസം സമയമെടുക്കുമെന്നാണ് വിമാന കമ്പനി അറിയിക്കുന്നത്. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, യാത്രക്കാർ വലഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും തർക്കങ്ങളുമൊക്കെ കാഴ്ചയാണ് എയർപോർട്ടുകളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതിലിപ്പോൾ ഒരു പരിഹാരം എന്താണ്? അതിന് 2 മാസം സമയമെടുക്കുമെന്നാണോ കമ്പനികൾ അറിയിക്കുന്നത്? റോഷ്നി, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതേ പ്രതിസന്ധി ഇപ്പോഴും ഇൻഡിഗോയിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആഭ്യന്തര സർവീസുകൾ നടത്തുന്നത് ഇൻഡിഗോ വിമാന സർവീസാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രതിസന്ധി വ്യാപകമായ പ്രതിഷേധത്തിനും അതോടൊപ്പം തന്നെ പ്രതിസന്ധിക്കുമാണ് ഇടയാക്കിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ സംസ്ഥാനത്തിന് അകത്തുള്ള വിമാനത്താവളങ്ങളിൽ വലിയ പ്രതിഷേധവും മറ്റും ഉയരുന്നുണ്ട്. ഇന്നലെ പല വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു. സമാനമായ രീതിയിൽ ഇന്നും ചില വിമാനങ്ങൾ റദ്ദാക്കുകയാണ്. ഇന്നലെ റദ്ദാക്കിയ ചില വിമാനങ്ങൾ ഇന്ന് സർവീസ് നടത്തും എന്ന് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലടക്കം ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ യാത്രക്കാരാണ് ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ വിമാനത്തിലെ ജീവനക്കാരുടെ ഡ്യൂട്ടി പരിഷ്കരണം, ഒപ്പം ഉത്തരേന്ത്യയിലെ അതിശൈത്യം തുടങ്ങിയ കാരണങ്ങളാണ് പ്രധാനമായും ഈ പ്രതിസന്ധിക്ക് കാരണമായി ഇൻഡിഗോ കമ്പനി തന്നെ അറിയിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെയുണ്ടായ ചില പ്രതിസന്ധികളും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് സൂചന. എന്തായാലും ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലടക്കം വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇൻഡിഗോ വിമാനത്തിൽ മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി എത്തിയ ആളുകൾ അവസാന നിമിഷമാണ് ഈ വിമാനം റദ്ദായ വിവരം അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ബദൽ മാർഗങ്ങൾ കൃത്യമായി ഏർപ്പെടുത്തുന്നില്ല എന്ന ആക്ഷേപവും ഉയർത്തുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്യത്തെ പല വിമാനത്താവളങ്ങളിലും ഉണ്ടാകുന്നത്. സമാനമായ രീതിയിൽ കേരളത്തിനകത്തുള്ള വിമാനത്താവളങ്ങളിലും ഇത്തരം പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും തുടരുകയാണ്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. വിമാന സർവീസുകൾ റദ്ദാക്കിയതിൽ വലഞ്ഞിരിക്കുകയാണ് യാത്രക്കാർ. ഇന്നും സർവീസുകൾ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്.